എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന IPL 2026-ന്റെ 54-ാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടിയ ആ സായാഹ്നം ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നായിരുന്നു. കാണികളുടെ കാതടപ്പിക്കുന്ന ആരവങ്ങൾക്കിടയിൽ ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പാട്ടിദാർ പിച്ചിലെ ചെറിയ വിള്ളലുകളും അധിക ബൗൺസും തുടക്കത്തിൽ ബൌളർമാർക്ക് നൽകുന്ന ആനുകൂല്യം കൃത്യമായി മനസ്സിലാക്കി രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരു വ്യക്തമായ തന്ത്രത്തോടെ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അങ്ങനെ മുംബൈ ഇന്ത്യൻസിനെ ആദ്യം ബാറ്റ് ചെയ്യാൻ അദ്ദേഹം ക്ഷണിച്ചു. മുംബൈക്ക് വേണ്ടി ഇന്നിംഗ്സ് തുടക്കാൻ പരിചയസമ്പന്നനായ രോഹിത് ശർമ്മയും വെടിക്കെട്ട് വീരൻ റയാൻ റിക്കൽട്ടനും ക്രീസിലെത്തി. എന്നാൽ RCBയുടെ പക്കൽ ലോകോത്തര ബൌളർമാരുടെ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു. RCBയുടെ വിശ്വസ്ത പോരാളിയായ ഭുവനേശ്വർ കുമാർ പന്തെടുത്തപ്പോൾ ലോകം വീണ്ടും ആ സ്വിംഗിന്റെ സുൽത്താനെ അമ്പരപ്പോടെ നോക്കിനിന്നു. ആദ്യ ഓവർ തന്നെ ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയെ വെല്ലുന്നതായിരുന്നു. തന്റെ മാന്ത്രിക സ്വിംഗിലൂടെയും കൃത്യതയാർന്ന ലൈനിലൂടെയും റിക്കൽട്ടനെ അദ്ദേഹം വട്ടം കറക്കി. പിച്ചിന്റെ വേഗമില്ലായ്മയും പന്ത് നിന്നുവരുന്ന സ്വഭാവവും മനസ്സിലാക്കാതെ ഓവറിലെ അവസാന പന്തിൽ ഒരു അലക്ഷ്യമായ ഷോട്ടിന് ശ്രമിച്ച റിക്കൽട്ടൺ ഭുവിയുടെ മായാജാലത്തിൽ കുടുങ്ങി. പന്ത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബൗൺസ് ചെയ്യുകയും ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി മിഡ് ഓണിൽ നിന്നിരുന്ന ക്യാപ്റ്റൻ രജത് പാട്ടിദാറിന്റെ സുരക്ഷിതമായ കൈകളിൽ ഭദ്രമായി വിശ്രമിക്കുകയും ചെയ്തു. വെറും 2 റൺസുമായി അതിയായ നിരാശയോടെ റിക്കൽട്ടൺ മടങ്ങി. തുടർന്ന് ക്രീസിലെത്തിയത് യുവതാരം നമൻ ധീറാണ്. എന്നാൽ മറുഭാഗത്ത് നിന്നിരുന്ന ഇതിഹാസ താരം രോഹിത് ശർമ്മയുടെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു. പരാജയം സമ്മതിക്കുന്നതിന് പകരം പ്രത്യാഘാതം നടത്തുക എന്ന തന്ത്രമാണ് അദ്ദേഹം പയറ്റിയത്. ലോകത്തെ ഏറ്റവും അപകടകാരിയായ ബൌളർമാരിൽ ഒരാളായ ജോസ് ഹേസൽവുഡ് 2ാം ഓവർ എറിയാനെത്തിയപ്പോൾ രോഹിത് തന്റെ തനി ഹിറ്റ്മാൻ സ്വരൂപം പുറത്തെടുത്തു. ഹേസൽവുഡിന്റെ വേഗത്തെയും ബൗൺസിനെയും അതിക്രൂരമായി പ്രഹരിച്ച രോഹിത് ഒരു മനോഹരമായ 4ഉം 2 പടുകൂറ്റൻ സിക്സറുകളും പറത്തി സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കി. രോഹിത്തിന്റെ ഈ ബാറ്റിംഗ് RCB ക്യാമ്പിൽ വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചു. അന്ന് രോഹിത് ഒരു വലിയ ഇന്നിംഗ്സ് കളിക്കാനാണ് ഉറപ്പിച്ചിറങ്ങിയതെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ക്രിക്കറ്റിലെ അനിശ്ചിതത്വത്തിന്റെ യഥാർത്ഥ മുഖം 3ാം ഓവറിലാണ് ലോകം കണ്ടത്. ആക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ച് വീണ്ടും ഭുവനേശ്വർ കുമാർ എത്തി. ഇത്തവണ വേഗത കൊണ്ടല്ല, മറിച്ച് തന്റെ വിഖ്യാതമായ നക്കിൾ ബോൾ കൊണ്ടാണ് ഭുവി മുംബൈ ക്യാമ്പിൽ നാശം വിതച്ചത്. അതുവരെ ബൌളർമാരെ അടിച്ചു പറത്തിയിരുന്ന രോഹിത് ശർമ്മയ്ക്ക് മണിക്കൂറിൽ 111.6 കിലോമീറ്റർ മാത്രം വേഗത്തിൽ വന്ന ആ പന്ത് ഒട്ടും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഷോട്ട് കളിക്കാൻ ബാറ്റ് വീശിയെങ്കിലും പന്ത് പുറം ഭാഗത്ത് തട്ടി മിന്നൽ വേഗത്തിൽ വിക്കറ്റിന് പിന്നിലേക്ക് പാഞ്ഞു. അവിടെ വലതുവശത്തേക്ക് ഒരു ചീറ്റപ്പുലിയെ പോലെ ഡൈവ് ചെയ്ത വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ ഒരു അവിശ്വസനീയമായ ക്യാച്ചിലൂടെ രോഹിത്തിനെ പുറത്താക്കി. 22 റൺസ് നേടിയ രോഹിത്തിന്റെ ഇടിമിന്നൽ ഇന്നിംഗ്സ് അങ്ങനെ അവസാനിച്ചു. സ്റ്റേഡിയത്തിലെ ആ ആരവം അടങ്ങും മുൻപ് തന്നെ അടുത്ത പന്തിൽ മുംബൈയുടെ സ്വന്തം ക്യാപ്റ്റനും മിസ്റ്റർ 360യുമായ സൂര്യകുമാർ യാദവ് ക്രീസിലെത്തി. പക്ഷേ ഒരു പ്രത്യേക ദൗത്യവുമായി ഇറങ്ങിയ ഭുവിയെ തടയാൻ ആർക്കുമാകുമായിരുന്നില്ല. സൂര്യകുമാറിനെ അദ്ദേഹം വരവേറ്റത് അതിമാരകമായ ഒരു ഔട്ട് സ്വിംഗറിലൂടെയായിരുന്നു. ആധുനിക ക്രിക്കറ്റിലെ ഈ ഇതിഹാസ ബാറ്ററെ പോലും ആ പന്ത് വിഡ്ഢിയാക്കി. ആദ്യ പന്തിൽ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ബാറ്റിന്റെ അരികിൽ തട്ടിയ പന്ത് നേരെ പോയത് 1ാം സ്ലിപ്പിൽ കാത്തുനിന്ന സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ കൈകളിലേക്ക്. യാതൊരു പിഴവുമില്ലാതെ കോഹ്ലി ആ ക്യാച്ച് എടുത്തതോടെ സൂര്യകുമാർ യാദവ് 0-ന് പുറത്തായി. സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ ശ്രമിച്ച മുംബൈ ഇന്ത്യൻസ് പെട്ടെന്ന് തന്നെ 3 വലിയ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് അഗാധമായ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തി. റായ്പൂരിലെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ RCB ആരാധകരുടെ ആർപ്പുവിളികളും ഭുവനേശ്വറിന്റെ ബൌളിംഗ് പ്രതാപവും മാത്രമാണ് മുഴങ്ങിക്കേട്ടത്. മുംബൈയുടെ ഇന്നിംഗ്സ് ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്ന് തോന്നിച്ച ആ നിർണായക നിമിഷത്തിലാണ് നമൻ ധീരനൊപ്പം തിലക് വർമ്മ ക്രീസിലൊന്നിക്കുന്നത്. ഇരുവരും ചേർന്ന് മുംബൈയുടെ മുങ്ങുന്ന കപ്പലിനെ രക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം തങ്ങളുടെ ചുമടുകളിൽ ഏറ്റു. ഈ 2 യുവതാരങ്ങൾക്കിടയിൽ വളർന്നുവന്ന കൂട്ടുകെട്ട് RCB ക്യാമ്പിൽ വലിയ ആശങ്ക ഉണ്ടാക്കി. അതിസമ്മർദ്ദത്തിനിടയിലും ലോകത്തിലെ ഏറ്റവും കൃത്യതയാർന്ന ബൌളർമാരായ ഹേസൽവുഡിനെയും ഭുവനേശ്വരനെയും കടന്നാക്രമിച്ച് നമൻ ധീർ അതിമനോഹരമായ ചില ബൗണ്ടറികൾ നേടി. റൺ റേറ്റിന്റെ സമ്മർദ്ദം ഒരിക്കലും ടീമിനെ ബാധിക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതിനിടയിൽ RCBയുടെ വിഖ്യാതമായ ഫീൽഡിംഗിൽ ചോർച്ചകളുണ്ടായി. ഈ ദിശയില്ലാത്ത ഫീൽഡിംഗിന്റെ പൂർണ്ണ പ്രയോജനം മുംബൈ ബാറ്റർമാർ മുതലെടുത്തു. റസിക് സലാംദാറിന്റെ ഓവറിൽ റൊമാരിയോ ഷെപ്പേർഡ് ഒരു ഉറപ്പായ ബൗണ്ടറി വിട്ടുകളഞ്ഞപ്പോൾ മാന്ത്രിക സ്പിന്നർ സുയാഷ് ശർമ്മ തിലക് വർമ്മയുടെ വളരെ എളുപ്പമുള്ള ഒരു ക്യാച്ച് നിലത്തിട്ട് എല്ലാവരെയും സ്തംഭിപ്പിച്ചു. തിലകിനെ പോലുള്ള താരത്തിന് ജീവൻ നൽകുന്നത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഓരോരുത്തർക്കും അറിയാമായിരുന്നു. കിട്ടിയ ജീവന്റെയും RCBയുടെ പിഴവുകളുടെയും ആനുകൂല്യം മുതലെടുത്ത് തിലക്കും നമനും സ്കോർ ബോർഡ് റോക്കറ്റ് വേഗത്തിൽ ചലിപ്പിച്ചു. സുയാഷിനെയും റൊമാരിയോ ഷെപ്പേർഡിനെയും ലക്ഷ്യമിട്ട് നമൻ ധീർ പടുകൂറ്റൻ സിക്സറുകൾ ഉതിർത്തതോടെ 10 ഓവറുകൾ പിന്നിട്ടപ്പോൾ മുംബൈ വളരെ ശക്തവും മാന്യവുമായൊരു നിലയിലെത്തി. 11ാം ഓവറിൽ കൃണാൽ പാണ്ഡ്യ പന്തെറിയാനെത്തിയപ്പോൾ തിലക് വർമ്മ തന്റെ ലോകോത്തര സാങ്കേതിക തികവ് വിളിച്ചോതുന്ന ഒരു അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ചു. കൃണാലിന്റെ പന്തിന്റെ ഗതി മനസ്സിലാക്കി ക്രീസ് കൃത്യമായി ഉപയോഗിച്ച തിലക് അതിനെ മിഡ് വിക്കറ്റ് ബൗണ്ടറിക്ക് മുകളിലൂടെ സ്റ്റാൻസിലേക്ക് പറത്തി. അന്നത്തെ വൈകുന്നേരത്തെ ഏറ്റവും മനോഹരമായ ഷോട്ടുകളിൽ ഒന്നായിരുന്നു അത്.
മറുഭാഗത്ത് അതിവേഗം തന്റെ അർദ്ധ സെഞ്ചുറിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന നമൻ ധീർ അന്നൊരു വലിയ റെക്കോർഡ് തിരുത്തുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ അവിടെയും നാടകീയമായ ഒരു വഴിത്തിരിവുണ്ടായി. 13-ാം ഓവറിൽ ക്യാപ്റ്റൻ വീണ്ടും യുവതാരം റസിക് സലാംദാറിനെ പന്തേൽപ്പിച്ചു. റസിക്കിന്റെ വേഗതയേറിയതും കൃത്യതയാർന്ന ഒരു യോർക്കർ ലെങ്ത് പന്തിൽ നമന് പിഴച്ചു. പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട അദ്ദേഹത്തിന്റെ ഡിഫൻസ് ഭേദിച്ച് പന്ത് നേരെ ലെഗ് സ്റ്റംപിൽ പതിച്ചു. 42 റൺസ് നേടിയ ആ ധൈര്യമായ ഇന്നിംഗ്സ് അവിടെ അവസാനിച്ചു. അപ്പോൾ RCB താരങ്ങൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. നമന്റെ വിടവാങ്ങലിന് ശേഷം സ്ഫോടനാത്മക ബാറ്ററായ വിൽ ജാക്സ് ക്രീസിലെത്തി. റസിക്കിനെതിരൻ മനോഹരമായ ഒരു 4 അടിച്ചു തുടങ്ങിയ ജാക്സിന് പക്ഷേ ആ താളം നിലനിർത്താനായില്ല. ബൌളർമാർ തന്ത്രം മാറ്റിയപ്പോൾ 16-ാം ഓവറിൽ റൊമാരിയോ ഷെപ്പേർഡിന്റെ വലയിൽ ജാക്സ് കുടുങ്ങി. ഷെപ്പേർഡിന്റെ ഒരു സ്ലോ ബോളിൽ വമ്പൻ ഷോട്ടിന് ശ്രമിച്ച ജാക്സിന്റെ പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി ആകാശത്തേക്ക് ഉയർന്ന് ഡീപ് മിഡ് വിക്കറ്റിൽ കാത്തുനിന്ന ജേക്കബ് ബെഥേൽ യാതൊരു പിഴവുമില്ലാതെ അതൊരു മികച്ച ക്യാച്ചാക്കി മാറ്റി. ഈ 5-ാം വിക്കറ്റ് വീഴ്ച മുംബൈക്ക് വലിയൊരു പ്രഹരമായി. മത്സരം വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലെത്തി. റായ്പൂരിലെ ആ രാത്രി ഇപ്പോൾ തിലക് വർമ്മയുടെ പോരാട്ട വീര്യത്തിന്റെയും RCB ബൌളർമാരുടെ തിരിച്ചുവരവിന്റെയും കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വശത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞു വീഴുമ്പോഴേക്കും തിലക് വർമ്മ ഒരു പാറ പോലെ ഉറച്ചുനിന്നു. 17-ാം ഓവറിൽ റസിക് സലാംദാറിന്റെ അതിവേഗത്തിലുള്ള ഒരു പന്തിൽ മനോഹരമായ ബൗണ്ടറി നേടി തിലക് തന്നെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഈ സീസണിലെ അദ്ദേഹത്തിന്റെ 2ാമത്തെ 50+ സ്കോറായിരുന്നു അത്. പരമ്പരാഗത ക്രിക്കറ്റിന്റെ സൗന്ദര്യവും ആധുനിക T20യുടെ കരുത്തും സമന്വയിപ്പിച്ച ആ ഇന്നിംഗ്സ് ക്രിക്കറ്റ് പ്രേമികളുടെ മനം കവർന്നു. തിലക്കിന് കൂട്ടായി വന്ന രാജ് ബാവയാകട്ടെ തന്റെ ലക്ഷ്യം വളരെ വ്യക്തമാക്കിക്കൊണ്ട് റൊമാരിയോ ഷെപ്പേർഡിന്റെ വേഗത്തെ സമർത്ഥമായി ഉപയോഗിച്ച് വിക്കറ്റ് കീപ്പർക്കു മുകളിലൂടെ അതിസാഹസികമായ ഒരു റാമ്പ് ഷോട്ടിലൂടെ 4 നേടി. ഈ ബൗണ്ടറിയിലൂടെ അക്കൗണ്ട് തുറക്കുകയുമല്ല, അദ്ദേഹം ബൌളർമാരുടെ മേൽ മാനസിക സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. 17 ഓവർ പിന്നിടുമ്പോൾ മുംബൈ 5-ന് 149 എന്ന പോരാടാവുന്ന നിലയിലായിരുന്നു. തിലക് 52 റൺസുമായും രാജ് ബാവ 10 റൺസുമായും ക്രീസിൽ നിന്നു. തുടക്കത്തിൽ ഭുവനേശ്വറിന്റെ സ്പെൽ മുംബൈയുടെ നടുവൊടിച്ചപ്പോൾ അതിൽ നിന്നും ടീമിനെ കരകയറ്റിയത് തിലകിന്റെയും നമന്റെയും അസാമാന്യ പോരാട്ടമാണ്. പവർ പ്ലേയിൽ RCBയും മധ്യ ഓവറുകളിൽ മുംബൈയും ആധിപത്യം പുലർത്തിയപ്പോൾ മത്സരം തുല്യനിലയിലായി. ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിൽ മത്സരം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തപ്പോൾ കാണികളുടെ ആവേശം വാനോളം ഉയർന്നു. ഓരോ പന്തിനും സ്റ്റേഡിയത്തിൽ വലിയ ആരവങ്ങൾ ഉയർന്നു. 18-ാം ഓവർ എറിയാൻ ഭുവനേശ്വർ കുമാർ വീണ്ടും എത്തിയപ്പോൾ മുംബൈയുടെ മുഴുവൻ പ്രതീക്ഷയും തിലക്കിലായിരുന്നു. ഓവറിലെ 2ാമത്തെ പന്തിൽ ഭുവനേശ്വറിന്റെ ഒരു ലോ ഫുൾ ടോസ് കൃത്യമായി കണ്ടെത്തിയ തിലക് അതിനെ പൂർണ്ണ ശക്തിയോടെ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ അതിർത്തി കടത്തി. തിലകിന്റെ ഈ നിർഭയത്വം ക്യാപ്റ്റൻ പാട്ടിദാറിന്റെ നെറ്റിയിൽ ചിന്തക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ഭുവനേശ്വർ പോലുള്ള പരിചയസമ്പന്നനായ ബൌളറെ അത്ര പെട്ടെന്ന് സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമായിരുന്നില്ല. തന്റെ തന്ത്രം മാറ്റി ഭുവി മികച്ച പന്തുകൾ എറിഞ്ഞു. ആ ഓവറിലെ അവസാന പന്തിൽ മത്സരത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായി. തിലക് ഒരു അസാധാരണ ഷോട്ടിന് ശ്രമിച്ചു. ലെഗ് സ്റ്റംപിന് പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് അദ്ദേഹം ഒരു സ്കൂപ്പ് ഷോട്ടിന് ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ പന്ത് ബാറ്റിന്റെ ഇൻസൈഡ് എഡ്ജിൽ തട്ടി ലെഗ് സ്റ്റംപിന്റെ ബെയിലുകൾ തെറിപ്പിച്ചു. 42 റൺസ് നേടിയ ആ ഇതിഹാസ ഇന്നിംഗ്സ് അവിടെ അവസാനിച്ചു. അപ്പോൾ RCB ആരാധകർ ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. 19-ാം ഓവറിൽ ജോസ് ഹേസൽവുഡ് ടെസ്റ്റ് മാച്ച് ലൈനിൽ പന്തെറിഞ്ഞ് മുംബൈയെ വരിഞ്ഞുമുറുക്കി. 2ാമത്തെ പന്തിൽ ബാവയും കോർബിൻ ബോഷും ഒരു അപകടകരമായ ഡബിൾ റൺ പൂർത്തിയാക്കിയത് ബാവയുടെ ഒരു ജീവമരണ ഡൈവിലൂടെയായിരുന്നു. ഹേസൽവുഡിന്റെ കൃത്യത ബാറ്റർമാരെ വല്ലാതെ വലച്ചു. അവസാന പന്തിൽ ഒരു യോർക്കർ പ്രതീക്ഷിച്ച ബാവയ്ക്ക് ഒരു ലോ ഫുൾ ടോസ് ആണ് ലഭിച്ചത്. മിഡ് ഓഫിലൂടെ പന്ത് ചിപ്പ് ചെയ്യാൻ ശ്രമിച്ച അദ്ദേഹത്തിന് ഗതി മനസ്സിലാക്കുന്നതിൽ പിഴച്ചു. പിന്നീട് പന്ത് ബാറ്റിന്റെ താഴെ തട്ടി വായുവിലുയർന്ന് ക്യാപ്റ്റൻ രജത് പാട്ടിദാറിന്റെ കൈകളിൽ വിശ്രമിച്ചു. 16 റൺസ് നേടിയ രാജ് ബാവ കൂടി പുറത്തായതോടെ മുംബൈയുടെ വലിയ സ്കോർ എന്ന മോഹം പൂർണ്ണമായും അസ്തമിച്ചു. റസിക് സലാംദാർ എറിഞ്ഞ അവസാന ഓവർ ത്രില്ലിംഗിന്റെയും സസ്പെൻസിന്റെയും പര്യായമായിരുന്നു. തന്റെ വേഗതയും വൈവിധ്യവും ഉപയോഗിച്ച് അദ്ദേഹം മുംബൈയുടെ വാലറ്റത്തെ തളച്ചു. കൃത്യതയാർന്ന യോർക്കറുകളും സ്ലോ ബോളുകളും കാരണം കോർബിൻ ബോഷ് 5 പന്തിൽ വെറും 5 റൺസ് മാത്രമെടുത്തപ്പോൾ പരിചയസമ്പന്നനായ ദീപക് ചഹർ 2 പന്ത് നേരിട്ട് അക്കൗണ്ട് തുറക്കാതെ 0-ന് പുറത്താവാതെ നിന്നു. മുംബൈയുടെ ഫിനിഷർമാരെ റസീഖ് പൂർണ്ണമായും നിശബ്ദനാക്കി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് എന്നൊരു സ്കോറിലെത്താൻ മാത്രമേ മുംബൈക്ക് സാധിച്ചുള്ളൂ. ഒരു ഘട്ടത്തിൽ 180-ഓ 190-ഓ കടക്കുമെന്ന് തോന്നിച്ച സ്കോറാണ് ഡെത്ത് ഓവറുകളിലെ RCBയുടെ തന്ത്രങ്ങളിൽ 166-ൽ ഒതുങ്ങിയത്. എന്നാൽ റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈ ഉയർത്തിയ 167 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരാൻ RCB ഇറങ്ങിയപ്പോൾ മൈതാനത്തെ മഞ്ഞു വീഴുന്ന തണുപ്പിലും കാണികളുടെ സിരകളിൽ തീ പടരുകയായിരുന്നു. ഈ ഭേദപ്പെട്ട സ്കോർ പ്രതിരോധിക്കാൻ മുംബൈയുടെ ബൌളർമാർ തങ്ങളുടെ സർവ്വവും പണയം വെച്ച് പോരാടുമെന്നത് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ RCBയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് ഒരു വൻ ദുരന്തത്തോടെയാണ്. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ സ്റ്റേഡിയത്തെ പൂർണ്ണ നിശബ്ദതയിൽ ആഴ്ത്തിക്കൊണ്ട് RCBയുടെ ഇതിഹാസ താരം വിരാട് കോഹ്ലി ക്രീസ് വിട്ടു. ദീപക് ചാഹറിന്റെ മാന്ത്രികമായൊരു പന്തിൽ 0 റൺസിന് രാജ് ബാവയ്ക്ക് ക്യാച്ച് നൽകാൻ മടങ്ങാനായിരുന്നു വിരാടിന്റെ വിധി.
നേരിട്ട ആദ്യ പന്തിൽ തന്നെ കോഹ്ലി വീണത് RCB ക്യാമ്പിൽ വലിയ നടുക്കമുണ്ടാക്കി. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് കളിയിലെ സമ്മർദ്ദം മുഴുവൻ ബംഗളൂരുവിന്റെ ചുമലിലായി. കോഹ്ലിക്ക് പിന്നാലെ ക്രീസിലെത്തിയ ദേവദത്ത് പടിക്കൽ ഒരു ഫോറും സിക്സും അടിച്ച് അല്പം പ്രതീക്ഷ നൽകിയെങ്കിലും ദീപക് ചാഹറിന്റെ തന്നെ സ്വിംഗിൽ വിക്കറ്റ് കീപ്പർ റയാൻ റിക്കൽട്ടണ് പിടി നൽകി അദ്ദേഹം മടങ്ങി. ക്യാപ്റ്റൻ രജത് പാട്ടിദാർ മുൻനിരയുടെ തകർച്ച തടയാൻ പൊരുതി നോക്കിയെങ്കിലും കോർബിൻ ബോഷിന്റെ കൃത്യതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. 8 പന്തിൽ ഒരു ബൗണ്ടറി അടക്കം 8 റൺസ് എടുത്ത പാട്ടിദാർ റയാൻ റിക്കൽട്ടണിന്റെ ഗ്ലൗസുകളിൽ അവസാനിച്ചു. എന്നാൽ ഇതിലും വലിയൊരു പ്രഹരം RCBയെ കാത്തിരിപ്പുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫിനിഷർമാരിൽ ഒരാളായ ടിം ഡേവിഡ് ക്രീസിലെത്തിയതും മടങ്ങിയതും ഒരേ വേഗത്തിലായിരുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ റിക്കൽട്ടണ് ക്യാച്ച് നൽകി ഡേവിഡ് പുറത്താകുമ്പോൾ RCB ആരാധകരുടെ നെഞ്ചിടിപ്പ് നിലച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ മുൻനിര തകർന്നുപോയ ആ പ്രതിസന്ധിയുടെ ആഴക്കടലിൽ നിന്ന് RCBയെ കൈപിടിച്ചുയർത്താൻ മുൻ മുംബൈ താരം കൂടിയായ കൃണാൽ അതിമാനുഷികനായൊരു രക്ഷകനെ പോലെ അവതരിച്ചു. തന്റെ പഴയ ടീമിനെതിരെ പകരം വീട്ടാനെന്നോണം കൃണാൽ റായ്പൂരിൽ സംഹാര താണ്ഡവമാടി. മറുവശത്ത് ജേക്കബ് ബഥേൽ ഒരു നങ്കൂരം പോലെ ഉറച്ചുനിന്ന് മികച്ച പിന്തുണ നൽകിയപ്പോൾ കൃണാൽ മുംബൈ ബൌളർമാരെ കടന്നാക്രമിച്ചു. AM ഗസാൻഫറിനെയും മറ്റുള്ളവരെയും നിർദ്ദയം അതിർത്തി കടത്തിയ കൃണാൽ വെറും 46 പന്തുകളിൽ നിന്ന് 4 അതിമനോഹരമായ ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളും പറത്തി 73 റൺസ് അടിച്ചുകൂട്ടി. സ്ട്രൈക്ക് റേറ്റ് 158.70 കുതിച്ച ആ ഇന്നിംഗ്സ് RCBയുടെ വിജയപ്രതീക്ഷകളെ വാനോളം ഉയർത്തി. എന്നാൽ സ്കോർ മുന്നേറെ ഗസാൻഫറിന്റെ പന്തിൽ തിലക് വർമ്മ അതിമനോഹരമായൊരു ക്യാച്ചിലൂടെ കൃണാലിനെ വീഴ്ത്തി. അധികം വൈകാതെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ബഥേൽ കോർബിൻ ബോഷിനും ഇരയായി മടങ്ങി. എന്നാൽ മത്സരം അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നപ്പോൾ സ്റ്റേഡിയത്തിൽ ഹൃദയമിടിപ്പുകളുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ വെറും 12 പന്തിൽ 2 പടുകൂറ്റൻ സിക്സറുകളും ഒരു ഫോറും ഉൾപ്പെടെ 18 റൺസ് അടിച്ച് RCBയെ വിജയതീരത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കോർബിൻ ബോഷ് അദ്ദേഹത്തെയും നമൻ ധീറിന്റെ കൈകളിലെത്തിച്ചു. പിന്നീട് വന്ന റൊമാരിയോ ഷെപ്പേർഡ് അത്യേകം സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു. 11 പന്തുകൾ നേരിട്ട് വെറും 4 റൺസ് മാത്രം നേടിയ ഷെപ്പേർഡ് രാജ് ബാവയുടെ പന്തിൽ തിലക് വർമ്മയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ചതോടെ മത്സരം വീണ്ടും മുംബൈയുടെ പിടിയിലായി എന്ന് തോന്നിപ്പിച്ചു. എന്നാൽ റായ്പൂരിനെ ആ രാത്രി ഒരു മനുഷ്യന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടതായിരുന്നു: സ്വിംഗിന്റെ സുൽത്താൻ ഭുവനേശ്വർ കുമാർ. ബൌളിംഗിൽ മുംബൈയെ തകർത്ത അദ്ദേഹം ഇപ്പോൾ അവസാന പ്രതീക്ഷയായി ബാറ്റ്സ്മാനായി ക്രീസിലെത്തി. വിജയത്തിന് തൊട്ടരികിൽ 8 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന RCBയെ വിജയത്തിലെത്തിക്കേണ്ട വലിയ ചുമതല ഭുവിക്കും റസിക് സലാംദാറിനുമായിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവസാന നിമിഷത്തിലെ സമ്മർദ്ദത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭുവനേശ്വർ കുമാർ ഒരു കൂറ്റൻ സിക്സർ പറത്തി. നേരിട്ട് 2 പന്തിൽ 350.00 എന്ന അവിസ്മരണീയ സ്ട്രൈക്ക് റേറ്റിൽ 7 റൺസുമായി പുറത്താകാതെ നിന്ന അദ്ദേഹം RCBയെ ആവേശകരമായ വിജയത്തിലേക്ക് നയിച്ചു. മറുവശത്ത് 2 പന്തിൽ 3 റൺസുമായി റസിക് സലാംദാറും തന്റെ പങ്ക് ഭംഗിയായി നിർവഹിച്ചു. 15 എക്സ്ട്രാ റൺസ് കൂടി മുംബൈ ബൌളർമാർ വഴങ്ങിയതോടെ കൃത്യം 20 ഓവറിൽ 8ന് 167 എന്ന സ്കോറിലെത്തി റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഒരു അവിസ്മരണീയ വിജയം സ്വന്തമാക്കി. റായ്പൂരിലെ ആകാശം RCB ആരാധകരുടെ ഈ സാല കപ്പ് നമ്മുടെ എന്ന ആവേശവിളികളാൽ മുഖരിതമായപ്പോൾ ഈ വിജയം കേവലം ഒരു മത്സരത്തിലെ വിജയം മാത്രമല്ലെന്ന് ക്രിക്കറ്റ് ലോകം തിരിച്ചറിഞ്ഞു. മരണവക്കിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ RCBയുടെ ഈ പോരാട്ടവീര്യം ടൂർണമെന്റിലെ മറ്റു 1 ടീമുകൾക്ക്, പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു ശക്തമായ താക്കീതാണ് നൽകുന്നത്. അങ്ങനെ വന്നപ്പോൾ IPL 2026ന്റെ പോയിന്റ് പട്ടികയിൽ ഈ വിജയം വരുത്തിയ മാറ്റങ്ങൾ നിസ്സാരമല്ല. സഞ്ജു സാംസണിന്റെ അത്യുജ്വലമായ നേതൃത്വത്തിൽ മുന്നേറുന്ന ചെന്നൈ ഇനി ഓരോ ചുവടും അതീവ ജാഗ്രതയോടെ വെക്കേണ്ടിയിരിക്കുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗ് മാജിക്കും തന്ത്രപരമായ നായക മികവും കൊണ്ട് ചെന്നൈ കിരീട സാധ്യതകളിൽ മുന്നിലാണ്. എന്നാൽ RCBയുടെ ഈ അപ്രതീക്ഷിത കുതിപ്പ് എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുകയാണ്. സഞ്ജുവും അദ്ദേഹത്തിന്റെ സംഘവും വരും മത്സരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. RCB ഉയർത്തുന്ന ഈ വെല്ലുവിളി ചെന്നൈയുടെ പ്ലേ ഓഫ് മോഹങ്ങളെ പോലും ബാധിച്ചേക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചെപ്പോക്കിലെ ഗാലറികളിൽ പോലും ഇപ്പോൾ സഞ്ജുവിന്റെ ചെന്നൈ നേരിടാൻ പോകുന്ന ഈ പുതിയ ഭീഷണിയെക്കുറിച്ചാണ് ചർച്ചകൾ. കിരീടത്തിലേക്കുള്ള പാതയിൽ ഇനി പോരാട്ടം മുറുകുകയാണ്. ഒരു വശത്ത് കരുത്തനായ സഞ്ജു സാംസണും സംഘവും, മറുവശത്ത് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന RCBയും. റായ്പൂരിലെ ഈ രാത്രി അവസാനിക്കുന്നത് IPL ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ്. ഈ വിജയത്തോടെ RCB തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇനി കളി സഞ്ജുവിന്റെയും CSKയുടെയും കോർട്ടിലാണ്. അവർക്കിത് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.